ഹലോ എവരിവൺ, V2Win യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന് പറയുന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. एक राजा के 3 बेटियां थी. ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. തും ചാഹെ തോ ഉസ് രാജാ കി 4 ബേട്ടിയാ ഭി ഹോ സക്തി ഹൈ ഇസ് കഹാനി മേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം രാജാവിന് ഈ കഥയിൽ 4 പെൺമക്കൾ ഉണ്ടായിരുന്നുവെന്ന്. രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനേം കിത്തന പ്യാർ കർത്തി ഹൈ. അപ്പോൾ രാജാവിന് ഒരു വലിയൊരു ആഗ്രഹമാണ് തൻ്റെ 3 പെൺമക്കൾ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാനായിട്ട്. പഹലിനെ കഹാ मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. അപ്പോൾ മൂത്ത മകളോട് ചോദിച്ചു. മൂത്ത മകൾ പറഞ്ഞു, നമുക്കറിയാം സൂര്യൻ എത്രത്തോളം വലുതാണെന്ന്, അത്രത്തോളം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് മൂത്ത മകൾ പറഞ്ഞു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. രാജാവ് വളരെ സന്തോഷത്തോടു കൂടി തലകുലുക്കി. ദൂസരേനെ കഹാ मैं तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में है. അപ്പം രണ്ടാമത്തെ മകളോട് ചോദിച്ചു. രണ്ടാമത്തെ മകൾ പറഞ്ഞു, ഈ ആകാശത്തിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന്. രാജാനെ ഖുഷി സെ സിർ ഹിലായ അവർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക. അപ്പോൾ അച്ഛന് വളരെയധികം സന്തോഷമായി. അപ്പോൾ മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി, എന്നിട്ട് അവളോട് ചോദിച്ചു. തീസരി ചുപ് ഖടിയെത്തി. മൂന്നാമത്തെ മകൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ബഹുബോലി മേൻ തുമേ ഖാനമേ നമുക്ക് ജിത്തന പ്യാർ കർത്തി ഹോ. അപ്പോൾ മൂന്നാമത്തെ മകളുടെ മറുപടി ഇതായിരുന്നു, നമ്മുടെ ഭക്ഷണത്തിൽ എത്രത്തോളം ഉപ്പ് ആവശ്യമാണോ അത്രത്തോളം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന്. കഹാനി ലംബി ചൽത്തി ഹെ. അങ്ങനെ കഥ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. ആദ്യം അച്ഛന് മൂന്നാമത്തെ മകൾ പറഞ്ഞ മറുപടി ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. എന്നാൽ ഈ കഥയുടെ അവസാനത്തിൽ രാജാവിന് ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും ഉപ്പിൻ്റെ മഹത്വം മനസ്സിലായി. തപ്പോൾ അപ്പിനി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹരായിക്കോ സമझता है. അപ്പോഴാണ് അച്ഛന് ഇളയ മകളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത്. तुम ध्यान से पढ़ो तो पावो कि यह कहानी ना तो राजा की है ना उसकी पसंद की. यह कहानी ना उसकी बेटियों के बारे में है ना उनके कहने के बारे में. അപ്പോൾ പറയാണ് ഈ കഥയിലെ അതായത് ഈ കഥയെന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ കഥയല്ല, അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ കഥയല്ല, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കഥയല്ല. യഹ് നമുക്ക് കി കഹാനി ഹെ. ഇതെന്തിൻ്റെ കഥയാണ്? ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധി നേഫി ഏക്ക് നമുക്ക് കി കഹാനി ലിഖി തി. മഹാത്മാഗാന്ധിയും ഇതുപോലൊരു ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. വഹ കഹാനി ഉന്നോനെ ബോൾക്കർ നഖി ലിഖി. അത് ഈ കഥ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല. വഹ കഹാനി ഉന്നോനെ ചൽക്കർ ലിഖി തി. അദ്ദേഹം ഈ കഥ നടന്നുകൊണ്ട് എഴുതിയതായിരുന്നു. വഹ കഹാനി ഉന്നോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖി തി. ഈ കഥ അദ്ദേഹം, അതായത് നമുക്ക് കഥ അദ്ദേഹം ആയിരക്കണക്കിന് ദൂരം സഞ്ചരിച്ചെഴുതിയതാണ്. വഹ ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോകോനെ ലിഖി തി. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ദേശം മുഴുവൻ സഞ്ചരിച്ച ദേശത്തിലെ എല്ലാ ആളുകളുടെയും കഥയായിരുന്നു. വേ സബ് ഹമാരെ ദേശ് में अंग्रेजों द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेजों के चंगुल से छुड़ाना चाहते थे, जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ പുത്തൻ വഴിയിൽ നടത്തുക എന്ന സ്വപ്നം കണ്ടിരുന്ന ആളുകളായിരുന്നു അവർ. उन दिनों अंग्रेजों ने भारत में नमक पर टैक्स लगा रखा था. इससे नमक बहुत महंगा हो गया था. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोका रखा था. अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. അപ്പം ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു സമയമാണ് അവർ ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തി. ഇസെ നമുക്ക് ബഹുത്ത് മഹങ്ക ഹോഗയാത്ത. അതുകൊണ്ട് ഉപ്പ് ഭയങ്കര വിലപിടിപ്പുള്ളതായി അനുഭവപ്പെട്ടു, അതായത് ഒരുപാട് വിലയായിരുന്നു. അംഗ്രേസോനെ ഭാരതത്തിലെ ലോകോ ഖുദ് നമുക്ക് ബനാനെ സെ റോക്കാ രഖാത്ത. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ആളുകൾ സ്വയം ഉപ്പുണ്ടാക്കുന്നത് അതിൽ നിന്നും തടഞ്ഞിരുന്നു. അഗർ കോയി അപ്പനെ ഹി സമുദ്രക്കെ പാനിസെ നമുക്ക് ബനാത്ത ഉസെ സസാഹോ സക്തിത്തെ. ഇനി ആരെങ്കിലും അവരുടെ അനുവാദമില്ലാതെ സമുദ്രത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഉപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ അവർക്ക് തക്കതായ പണിഷ്മെൻറ്റും
ലഭിച്ചിരുന്നു. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गाँव चल पड़े. അപ്പോൾ ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി എന്നു പേരുള്ള സമുദ്രത്തിൻ്റെ അതായത് സമുദ്രതീരത്തെ ഒരു ഗ്രാമത്തിൽ എത്തിയിരുന്നു. वे वहाँ जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അവർ അവിടെ എത്തിയത് എന്തിനായിരുന്നു? അവിടെ നിന്ന് സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് സ്വയം ഉപ്പ് നിർമ്മിച്ച് ബ്രിട്ടീഷുകാരുടെ കരി നിയമം ഇല്ലാതാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ എത്തിയത്. 3 ഹഫ്തോം സെ അധികം പൈദൽ ചലത്തെ രഹെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് വരുന്നതിന് 3 ആഴ്ചയോളം നടക്കേണ്ടി വന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോക ആക്കർ ജുഡ്ത്തെ ഗയെ. അദ്ദേഹത്തോടൊപ്പം ദേശവാസികളും ഉണ്ടായിരുന്നു. ഇസ് തർഹ ജബ് വേ ദാണ്ഡി പഹുഞ്ചെ ഉൻകെ സാത്ത് ഹസാരോ ലോകത്തെ. അദ്ദേഹം ഇങ്ങനെ നടന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സമുദ്രക്കെ പാനി മേ ഖുലെ നമക് കോ ബാഹറാക്കർ അംഗ്രേസോं का कानून तोड़ना चाहते थे. അതായത് സമുദ്രത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ഉപ്പ് നിർമ്മിച്ച ബ്രിട്ടീഷുകാരുടെ കരിനിയമം ഇല്ലാതാക്കുക എന്നവർ ആഗ്രഹിച്ചിരുന്നു. इससे भारत पर अंग्रेज़ों की പകൾ ഡെയിലി പടുത്തെ. അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭാരതത്തിൻ്റെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ പിടി അല്പം അയഞ്ഞിരുന്നു. രാസ്തമേ കൈ ഗാവപ്പെടെ. അതായത് ഈ ദണ്ഡി കടപ്പുറത്ത് എത്തുന്നതിന് ഒരുപാട് ഗ്രാമങ്ങൾ കഴിഞ്ഞ് വേണം ഇവർക്ക് എത്താനായിട്ട്. ഗാന്ധിജി അവർ ഉൻകെ സാത്തി ഹാഫി രുക്കത്തെ ഗാവ് വാലെ ഉൻകെ പൂരെ മനസ്സെ ഖാന ഖിലാത്തെ. അതായത് നടന്ന് ഏത് ഗ്രാമത്തിലെത്തുന്നോ അവിടെ അവരെന്ത് ചെയ്യും? രാത്രിയിൽ താമസിക്കുകയും പിന്നീട് രാവിലെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമെല്ലാം തന്നെ ആ ഗ്രാമവാസികൾ നൽകുമായിരുന്നു. അതാണ് അടുത്ത സെൻറ്റൻസുകളിൽ പറയുന്നത്. വേ സഭി ലോക രാത് കിസി ഗാവ് മേ കാട്ടെ അവർ സുബഹ് ഫിർ ചൽ പड़ते थे. दांडी पहुँचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. ദണ്ഡി കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രം അവർ കണ്ടു. ലഹരയും ദിക്കി. തിരമാലകൾ കണ്ടു. ലഹരവുമേയും ചമക്കത്ത സൂരജ് ദിക്ക. തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെയും കണ്ടു. കിനാരയ്ക്ക് ഗഡ്ഡോമേ നമുക്ക് സെ ഗാഡാ ഹുവ പാനി അവർ അപ്പനെ ആപ്പ് ബന നമുക്ക് ദിക്കാം. അവർ സ്വയം നിർമ്മിച്ച ഉപ്പും അതുപോലെ തന്നെ ഉപ്പിൻ്റെ കൂമ്പാരവും ഒക്കെ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഉൻ സഭീക്കോ ഗാന്ധിജീനെ യഹാ ലാക്കർ പൂരെ ദേശ് കോ അംഗ്രേസ് സെ മുക്ത ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇതിലൂടെ ഗാന്ധിജി ഈ മുഴുവൻ ദേശത്തെയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മുക്തമാക്കുന്നതിനുള്ള വഴി തെളിയിച്ചു. हमारे दोस्त और कहानीकार अनंतमूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उड़ाया उन्होंने देश के आज़ाद होने का रास्ता खोल दिया. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അതായത് ഈ കഥ എഴുതിയ റൈറ്ററുടെ സുഹൃത്തും കഥാകാരനുമായ അനന്തമൂർത്തി പറഞ്ഞത് ഇങ്ങനെയാണ്. അന്ന് അദ്ദേഹം ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. ഗാന്ധിജി സമുദ്രത്തിൽ നിന്നും അതായത് അവർ നിർമ്മിച്ച ആ ഉപ്പ് ഒരു കൈപ്പിടി എടുത്ത് ഇങ്ങനെ ഉയർത്തിയപ്പോൾ അവിടെ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു എന്നുള്ള വിശ്വാസം വന്നിരുന്നു. 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. ഈ വഴിയിലൂടെ 17 വർഷങ്ങൾക്ക് ശേഷം ഈ വഴിയിലൂടെ നടന്ന് അവരെന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇസ് കഹാനി മേ ഔർ ഫി കൈ ഭീതരി ഘുമാഹെ. ഈ കഥയിൽ ഒരുപാട് വഴിത്തിരിവുകൾ വേറെയുമുണ്ട്. തും വഹ് സബ് കുച്ച് ഖോജോ. നിങ്ങൾ സ്വയം അത് കണ്ടെത്തുക. ഖുദ് യഹ് ഖോജെ കി ഹം കിൻ കിൻ രാസ്തേ മേ അംഗ്രേസോं के चंगुल से जुड़े थे. അപ്പം നമുക്ക് സ്വയം നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമുക്ക് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ പാഠം